കേരളത്തിലെ സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സോഷ്യോ ഇക്കോണമിക് റീഫോം മൂവ്മെന്റ്സ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കേരള PSCക്ക്. അപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനങ്ങളും അത് റിലേറ്റ് ചെയ്ത് 150 കൂടുതലോളം ചോദ്യങ്ങളുമാണ് ഈ ഒരു ക്ലാസ് കാണുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. വേലൂർ മാറുമറക്കൽ സമരം, വഴിനടക്കൽ സമരം അല്ലെങ്കിൽ കുട്ടൻകുളം സമരം, ശുചീന്ദ്രം സത്യാഗ്രഹം, ആനന്ദ മഹാസഭ, തളി ക്ഷേത്ര പ്രക്ഷോഭം, ആത്മബോധോദയ സംഘം, ആത്മവിദ്യാസംഘം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, സഹോദര സംഘം, നായർ സർവീസ് സൊസൈറ്റി, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, യോഗക്ഷേമ സഭ, സാധുജന പരിപാലന സംഘം, ഈഴവ മഹാസഭ, SNDP, സമത്വ സമാജം, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, മലയാളി മെമ്മോറിയൽ, ചാന്നാർ ലഹള, കൂനൻകുരിശ് സത്യം, ഉദയംപേരൂർ സൂനകദോസ്. ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഉദയംപേരൂർ സൂനകദോസ്. കേരളത്തിലെ ക്രിസ്ത്യാനികളെ റോമിനോട് വിധേയത്വമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടന്ന പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സൂനകദോസ്. ഉദയംപേരൂർ സൂനകദോസ് നടന്ന വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1599 ജൂൺ 20 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിലാണ് ഉദയംപേരൂർ സൂനകദോസ് നടന്നത്. അപ്പൊ ഇതില് ആകെ പങ്കെടുത്തവരുടെ എണ്ണം 813 ആണ്. ഉദയംപേരൂർ സൂനകദോസിന് അധ്യക്ഷത വഹിച്ചത് അലക്സിസ് ഡി മെനസിസ് ആണ്. ഓക്കെ, അലക്സിസ് ഡി മെനസിസ്. അടുത്ത് വരുന്നത് കൂനൻകുരിശ് സത്യം. മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിന് ഇടയാക്കിയ സംഭവമാണ് കൂനൻകുരിശ് സത്യം. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളും പോർച്ചുഗീസുകാരുമായി ഉണ്ടായ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് കൂനൻകുരിശ് സത്യാഗ്രഹത്തിലേക്ക് നയിച്ചത്. 1653 കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ബാബിലോണിയയിലെ പാത്രിയാർക്കീസ് ഒരു സുറിയാനി പുരോഹിതനെ കേരളത്തിലേക്ക് അയച്ചു. അഹറ്റല്ല എന്ന ഈ പുരോഹിതനെ പോർച്ചുഗീസുകാർ പിടികൂടി വധിച്ചു എന്ന വാർത്ത പരന്നതോടെ ശുഭിതരായ സുറിയാനി ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരിയിലെ പള്ളിയിൽ ഒത്തുകൂടി. ഇവിടുത്തെ പഴയ കുരിശിൽ, അതായത് കൂനൻ കുരിശ്, ഒരു വടം കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് പോർച്ചുഗീസുകാരെയും ലത്തീൻ ബിഷപ്പുമാരെയും മേലിൽ അനുസരിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്തു. ഇതിന്റെ ഫലമായി കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ മാർപ്പാപ്പയെ അംഗീകരിക്കുന്ന റോമൻ സുറിയാനികളെന്നും പോപ്പിന്റെ അധികാരത്തെ പരിത്യജിക്കുന്ന യാക്കോബായ സുറിയാനികളെന്നും ഇങ്ങനെ രണ്ടായി പിളർന്നു. അപ്പൊ ഇങ്ങനെ ചെയ്ത ഈ ഒരു സത്യമാണ് ആക്ച്വലി കൂനൻ കുരിശ് സത്യം എന്നറിയപ്പെടുന്നത്. അടുത്ത് വരുന്നത് വേലൂർ മാറുമറക്കൽ സമരം. 1952 വേലൂർ മാറുമറക്കൽ സമരം നടന്നത്. എവിടെയാണ് നടന്നത്? തൃശ്ശൂർ ജില്ലയിലെ മണിമലർക്കാവ് ക്ഷേത്രത്തിൽ. അത് ഇമ്പോർട്ടന്റ് ആണ്. തൃശ്ശൂർ ജില്ലയിലെ മണിമലർക്കാവ് ക്ഷേത്രത്തിലാണ് വേലൂർ മാറുമറക്കൽ സമരം നടന്നത് 1952. സമരത്തിന് നേതൃത്വം നൽകിയത് വേളാത്ത് ലക്ഷ്മിക്കുട്ടി, KK കുറുമ്പ, KC കാളിക്കുട്ടി എന്നിവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. പ്രധാന നാട്ടുത്സവമായിരുന്നു വേലൂർ മണിമലർക്കാവ് കുതിരവേല. ഇതിലെ അരിത്താലം എടുക്കാൻ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പാടില്ലായിരുന്നു. ഇതിനെതിരെയായിരുന്നു ഈ ഒരു സമരം നടത്തിയത്. അടുത്ത് വരുന്നത് കുട്ടൻകുളം സമരം അല്ലെങ്കിൽ വഴിനടക്കൽ സമരം. വഴിനടക്കൽ സമരം അല്ലെങ്കിൽ കുട്ടൻകുളം സമരം നടന്ന എന്നാണ് 1946 തൃശ്ശൂരിലെ കൂടൽ മാണിക്യ ക്ഷേത്ര പരിസരത്തു കൂടിയുള്ള റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെ തുടർന്ന് 1946 നടന്ന സമരമാണ് കുട്ടൻകുളം സമരം അല്ലെങ്കിൽ വഴിനടക്കൽ സമരം. എവിടെയാണ് നടന്നത്? തൃശ്ശൂർ ജില്ലയിലാണ് നടന്നത്. കൂടൽ മാണിക്യ ക്ഷേത്ര പരിസരത്തു കൂടിയുള്ള റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെ തുടർന്നാണ് 1946 ഇത് നടന്നത്. കുട്ടൻകുളം സമരം അല്ലെങ്കിൽ വഴിനടക്കൽ സമരം എന്ന് ഇതറിയപ്പെടുന്നുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചിട്ടും പഴയ കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായ കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനം വിലക്കിയിരുന്നു. ജില്ലാ മജിസ്ട്രേറ്റിന്റെ അനുമതിയോടുകൂടിയാണ് അക്കാലത്ത് തീണ്ടൽ പാലിച്ചിരുന്നത്. ക്ഷേത്ര പരിസരത്ത് മജിസ്ട്രേറ്റിന്റെ തീണ്ടൽ ബോർഡും സ്ഥാപിച്ചിരുന്നു. തീണ്ടൽ ബോർഡ് മാറ്റിക്കിട്ടുവാനും ക്ഷേത്രത്തിന് മുൻവശത്തുള്ള നടപ്പാത അവർണർക്കായി തുറന്നു കിട്ടുവാനുമാണ് ഈ സമരം പ്രധാനമായും സംഘടിപ്പിച്ചത്. MK കാട്ടുപറമ്പിന്റെ നേതൃത്വത്തിൽ 25ഓളം പേർ കുട്ടൻകുളം റോഡിൽ കയറുവാൻ ചാലക്കുടിയിൽ നിന്ന് പുറപ്പെടുകയും നഗരാതിർത്തിയിൽ പോലീസ് അവരെ തടയുകയും ചെയ്തു.
തുടർന്ന് നടന്ന ചർച്ചയിൽ ക്ഷേത്രപ്രവേശന കർമ്മസമിതി സമരം ഏറ്റെടുക്കണമെന്ന വ്യവസ്ഥയിൽ ജാഥ പിരിച്ചുവിട്ടു. എന്നാൽ ജൂൺ 23-ന് അയ്യങ്കാവ് മൈതാനത്ത് ചേർന്ന സഞ്ചാര സ്വാതന്ത്ര്യ പ്രഖ്യാപന സമ്മേളനത്തെ തുടർന്ന് കുട്ടംകുളം റോഡിലേക്ക് നൂറുകണക്കിന് സമരഭടന്മാരെത്തി. പി ഗംഗാധരൻ, കെ വി ഉണ്ണി തുടങ്ങിയ സമര നായകരുടെ നേതൃത്വത്തിൽ നടന്ന ജാഥ കുട്ടംകുളം റോഡിനടുത്ത് സമീപത്ത് വെച്ച് പോലീസ് തടയുകയും ജാഥാംഗങ്ങളെ പോലീസ് ഭീകരമായി മർദ്ദിക്കുകയും ചെയ്തു. ഈ ഒരു സമരത്തിനെയാണ് കുട്ടംകുളം സമരം അല്ലെങ്കിൽ വഴി നടക്കൽ സമരം എന്നറിയപ്പെടുന്നത്. തൃശൂർ ജില്ലയിലാണ് ഇത് നടന്നത്. അടുത്തത് ശുചീന്ദ്രം സത്യാഗ്രഹമാണ്. ശുചീന്ദ്രം സത്യാഗ്രഹം 1926-ലായിരുന്നു ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തിരുവിതാംകൂറിൽ നടന്ന സത്യാഗ്രഹം ഏതാണ്? ശുചീന്ദ്രം സത്യാഗ്രഹം. ഇതിന് നേതൃത്വം നൽകിയത് കോൺഗ്രസിലെ ഗാന്ധിയൻ നേതാവായ ഡോക്ടർ എം.ഇ. നായിഡു ആയിരുന്നു. 1926-ൽ എം.ഇ. നായിഡുവിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റിയുടെ പ്രസിഡന്റായി എം സുബ്രഹ്മണ്യ പിള്ളയെയും സെക്രട്ടറിയായി എം.ഇ. നായിഡുവിനെയും സ്ഥാനമേറ്റു. ദക്ഷിണ തിരുവിതാംകൂറിലെ ശുചീന്ദ്രം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് അനുവാദം കിട്ടുക, ക്ഷേത്രപ്രവേശനം ലഭിക്കുക എന്നീ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പൊ നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം 1926-ആണ്. വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തിരുവിതാംകൂറിൽ നടന്ന സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ എം.ഇ. നായിഡു ആയിരുന്നു. ഇനി കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഇവര് ഒരു ശുചീന്ദ്രം കമ്മിറ്റി സെറ്റപ്പ് ചെയ്തു. കമ്മിറ്റിയുടെ പ്രസിഡന്റ് എം സുബ്രഹ്മണ്യ പിള്ളയും സെക്രട്ടറി എം.ഇ. നായിഡുമായിരുന്നു. ദക്ഷിണ തിരുവിതാംകൂറിലെ ശുചീന്ദ്രം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് സ്വാതന്ത്ര്യ സഞ്ചാരം അനുവദിച്ച് കിട്ടുക, ക്ഷേത്രപ്രവേശനം ലഭിക്കുക, ഇവ രണ്ടുമായിരുന്നു ഈ ഒരു ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. എന്നാൽ ശുചീന്ദ്രം സത്യാഗ്രഹത്തെ സവർണ ജാതിക്കാർ അടിച്ചമർത്തിയതിനാൽ ഇത് വിജയിച്ചില്ല. 1930 മെയ് 13-ന് സമരം പുനരാരംഭിച്ചു. ആദ്യ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഗാന്ധി രാമൻ പിള്ള സത്യാഗ്രഹത്തിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തു. ശുചീന്ദ്രത്തെ പൊതുവഴികളിലൂടെ മറ്റു സത്യാഗ്രഹികൾക്കൊപ്പം അദ്ദേഹം നടക്കാൻ ശ്രമിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ അനുകൂല വിധി വന്നതോടെ അവിടെയുള്ള പൊതുവഴികൾ അവർണർക്കായി തുറന്നുകൊടുത്തു. അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ വഴി നടക്കൽ സമരവും ശുചീന്ദ്രം സമരവും ഒക്കെ എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സത്യാഗ്രഹങ്ങളാണ്. ഇനി വരുന്നത് ആനന്ദ മഹാസഭയാണ്. ആനന്ദ മതത്തിന്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പഴയ പേര്, അല്ലെങ്കിൽ യഥാർത്ഥ പേരെന്താണ്? കാരാട്ട് ഗോവിന്ദൻ മേനോൻ. പഠനകാലത്ത് തന്നെ യുക്തിവാദിയായി മാറിയ ഗോവിന്ദൻ അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്തു. ആലത്തൂരിൽ വാനൂര് എന്ന സ്ഥലത്ത് സിദ്ധാശ്രമം സ്ഥാപിച്ചുകൊണ്ട് അനാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ ആരംഭിച്ചു. 1918-ൽ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ സഭ സ്ഥാപിച്ചു. അപ്പൊ എപ്പോഴാണ് സ്ഥാപിക്കുന്നത്? 1918-ലാണ് ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിക്കുന്നത്. മതാതീതമായ ആത്മീയതയ്ക്ക് വേണ്ടി വാദിച്ച അദ്ദേഹം മതപ്രസ്ഥാനങ്ങളെ മുഴുവൻ എതിർത്തു. അദ്വൈത ചിന്തയുടെയും വിഗ്രഹാരാധനയുടെയും കടുത്ത വിമർശകനായിരുന്നു ശിവയോഗി. ശക്തിവാദത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. യുക്തിവിരുദ്ധമായ വാദങ്ങളെ തള്ളിക്കളയുവാൻ അദ്ദേഹം ഉപദേശിച്ചു. മൃഗബലിയും അയിത്തവും പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ലെന്ന് അദ്ദേഹം പ്രാമാണികമായി സമർത്ഥിച്ചു. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പൊ നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി, പുരുഷസിംഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. എന്തൊക്കെയാണ് പേര്? ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി, പുരുഷസിംഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഇദ്ദേഹം ജനിച്ചത് കൊല്ലങ്കോടാണ്, പാലക്കാടുള്ള കൊല്ലങ്കോടാണ്. മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്, വേറെ സ്വർഗ നരകങ്ങൾ ഇല്ല എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ദർശനമാണ് ആനന്ദ ദർശനം. ആനന്ദ ദർശനത്തിൽ എന്താണ് പറയുന്നത്? മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്, വേറെ സ്വർഗ നരകങ്ങളില്ല. മനസ്സ് തന്നെയാണ് സ്വർഗ നരകങ്ങൾ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇത് ഏതിലെ ദർശനമാണ്? ആനന്ദ ദർശനം.
സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചു. അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു പ്രസിദ്ധീകരണമാണ് സാരഗ്രാഹി. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. പഠിപ്പ് തന്നെ മനുഷ്യന് ഭൂഷണം, ഉടുപ്പുഭൂഷാദികളൊന്നുമല്ല, മിടുക്കരായിട്ട് വരണമെങ്കിലോ മടിച്ചിടാതങ്ങ് പഠിച്ചുകൊള്ളുവിൻ എന്ന് തുടങ്ങുന്ന പദ്യകൃതിയുടെ കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹം കുറെ കൃതികൾ എഴുതിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ എന്തൊക്കെയാണ്? ആനന്ദ ഗുരുഗീത, ആനന്ദ ദർശനം, ആനന്ദ വിമാനം, ആനന്ദ കുമ്മി. ഇത് ചോദിക്കാറുള്ളതാണ് എപ്പോഴും, ആനന്ദ കുമ്മി ആരെ എഴുതിയിട്ടുള്ളതാണെന്ന്. ആനന്ദ ഗണം, ജ്ഞാനക്കുമ്മിയും പ്രീവിയസ് ഇയറിൽ കുറെ തവണ ചോദിച്ചിട്ടുള്ളതാണ്. സിദ്ധാനുഭൂതി, വിഗ്രഹാരാധന ഖണ്ഡനം, ശിവയോഗ രഹസ്യം. ഓക്കെ, ഇത്രയും നമുക്ക് എളുപ്പമാണ് പഠിക്കാൻ. അതായത് ആനന്ദ ഗുരുഗീത, ആനന്ദ ദർശനം, ആനന്ദ വിമാനം, ആനന്ദ കുമ്മി, ആനന്ദ ഗണം, ഇത്രയും ആനന്ദയിൽ തുടങ്ങുന്നതാണ് ബ്രഹ്മാനന്ദ. ആനന്ദ അതിൽ തന്നെയുണ്ട് അല്ലെ അദ്ദേഹത്തിന്. പിന്നെ ജ്ഞാനക്കുമ്മി, ആനന്ദ കുമ്മി ഇദ്ദേഹത്തിൻ്റെയാണ് നമുക്ക് അറിയാം. പിന്നെ ഇതും കൂടെ പഠിച്ചാൽ മതി. സിദ്ധാനുഭൂതി, വിഗ്രഹാരാധന ഖണ്ഡനം, ശിവയോഗ രഹസ്യം. ഓക്കെ, ഇത്രയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. അപ്പൊ ഇനി അടുത്ത പ്രക്ഷോഭമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം. തളിക്ഷേത്ര പ്രക്ഷോഭം നടന്നത് 1917 കോഴിക്കോട് തളി ക്ഷേത്ര പരിസരത്തെ നിരത്തിലൂടെ അവർണർ യാത്ര ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ട് സാമൂതിരി ഉത്തരവ് പുറപ്പെടുവിച്ചു. അക്കാലത്ത് റോഡ് മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിരുന്നു. അതുകൊണ്ട് നഗരസഭാ ചെയർമാനായിരുന്ന CV നാരായണ അയ്യർ സാമൂതിരിയുടെ ഉത്തരവ് നിഷേധിച്ചു. മലബാർ കളക്ടറായി സ്ഥാനമേറ്റ തോരൻ 1917 നവംബർ 1 സാമൂതിരിയുടെ ആഗ്രഹ പ്രകാരം തളി റോഡിൽ തീണ്ടൽ ബോർഡ് സ്ഥാപിച്ചു. ക്ഷേത്ര പരിസരത്തെ നിരത്തിലൂടെ അവർണർ സഞ്ചരിക്കുന്നത് നിരോധിച്ച നടപടിയെ പരസ്യമായി C കൃഷ്ണൻ ലംഘിച്ചു. ബ്രാഹ്മണനും പ്രശസ്ത അഭിഭാഷകനുമായ മഞ്ചേരി രാമയ്യർക്കൊപ്പം കുതിരവണ്ടിയിൽ നിരത്തിൽ സഞ്ചരിച്ച അദ്ദേഹം നിരോധനത്തെ വെല്ലുവിളിച്ചു. KP കേശവമേനോൻ, K മാധവൻ നായർ എന്നിവരുടെ പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സമരമായിരുന്നു തളി ക്ഷേത്ര സമരം. അപ്പൊ അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സമരമായിരുന്നു എന്ത്? തളി ക്ഷേത്ര സമരം. നമ്മൾ മുന്നേ 2 പഠിച്ചല്ലോ, കുട്ടംകുളം സമരം, പിന്നെ എന്താണ് ശുചീന്ദ്രം സത്യാഗ്രഹം. ഇതുമൊക്കെ എന്താണ്? താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരങ്ങളാണ് ഇവ 3. അടുത്ത് നോക്കാം, ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ആരാണ്? ശുഭാനന്ദ ഗുരുദേവൻ. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ്. 1882 ചെങ്ങന്നൂരിനടുത്തുള്ള ബുധന്നൂരിലാണ് അദ്ദേഹം ജനിച്ചത്. 1926 ആധ്യാത്മികതയിലൂന്നിയ സാമൂഹിക മാറ്റത്തിനു വേണ്ടിയാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യർക്ക് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശമാണ് ശുഭാനന്ദ ഗുരുവും സ്വീകരിച്ചത്. അപ്പൊ ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം എന്ന സന്ദേശം ശ്രീനാരായണ ഗുരുവിനോടൊപ്പം തന്നെ സ്വീകരിച്ചത് ആരാണ്? ശുഭാനന്ദ ഗുരുദേവൻ. ആശയപ്രചാരണത്തിനായി 1932 അദ്ദേഹം ആത്മബോധോദയ സംഘം മാവേലിക്കരയിലെ ചെറുകോലിൽ രജിസ്റ്റർ ചെയ്തു. അപ്പൊ എന്തിനാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത്? അദ്ദേഹത്തിന്റെ ആശയപ്രചാരണത്തിനായാണ് സ്ഥാപിച്ചത്. എവിടെയാണ് ആദ്യമായി സ്ഥാപിച്ചത്? മാവേലിക്കരയിലെ ചെറുകോലിൽ. ഇതിന്റെ ഭാഗമായി അനാഥാലയങ്ങൾ, കർഷക വികസന സംരംഭങ്ങൾ, ചെറുകിട കുടിൽ വ്യവസായങ്ങൾ, ആയുർവേദശാലകൾ, വൃദ്ധസദനങ്ങൾ മുതലായവ ആരംഭിച്ചു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെറുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ ആത്മബോധോദയ സംഘത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെറുക്കുകയായിരുന്നു. ജാതിമത ഭേദമന്യേ ഭക്തിയുടെയും ധർമ്മത്തിലൂടെയും സന്മാർഗത്തിലൂടെയും മനുഷ്യനെ നയിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. വിദ്യാഭ്യാസമാണ് ദാരിദ്ര്യവും അടിമത്വവും ഒഴിവാക്കാനുള്ള ശക്തമായ മാർഗമെന്ന് അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ആത്മബോധോദയ സംഘത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ്. 1882 മാവേലിക്കരയിലായിരുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ചെറുക്കുകയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്ത് വരുന്നത് ആത്മവിദ്യാസംഘമാണ്. ആത്മവിദ്യാസംഘം നമ്മൾ മുന്നേ പഠിച്ച ആത്മബോധോദയ സംഘമാണ്. ഇപ്പൊ ആത്മവിദ്യാസംഘം. ആരാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്? വാഗ്ഭടാനന്ദനാണ്. 1917 തിരുവിതാംകൂറിലും മലബാറിലും
വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. അപ്പൊ തിരുവിതാംകൂറിലും മലബാറിലും സ്ഥാപിച്ചു. മതപരിഷ്കരണമായിരുന്നു ഈ ഒരു സംഘടനയുടെ മുഖ്യ ലക്ഷ്യം. അപ്പൊ ഇതിന്റെ മുഖ്യ ലക്ഷ്യം എന്താണ്? മതപരിഷ്കരണമായിരുന്നു. 1921 ആത്മവിദ്യാസംഘം അഭിനവ കേരളം എന്ന മുഖപത്രം തുടങ്ങി. അപ്പൊ ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. അന്ധവിശ്വാസങ്ങളെ യുക്തിയുടെ മാർഗം ഉപയോഗിച്ച് ഉച്ചാടനം ചെയ്യാനാണ് അദ്ദേഹം അവസാനം വരെ ശ്രമിച്ചത്. വിഗ്രഹാരാധനയുടെയും ജാതി വ്യവസ്ഥയുടെയും ശക്തമായ എതിർത്ത അദ്ദേഹം സാമൂഹിക നവീകരണത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. പ്രാചീന പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മധ്യവർഗത്തിന്റെ പ്രസക്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തി. കുന്നോത്ത് കുഞ്ഞേക്കു ഗുരുക്കൾ, കറപ്പേൽ കണാരൻ മാസ്റ്റർ, ധർമ്മധീരൻ കയ്യാല ചേക്കു, പാലേരി ചിന്തമൻ തുടങ്ങിയ പ്രമുഖർ ആത്മവിദ്യാസംഘം സ്ഥാപിക്കാൻ മുൻകൈ എടുത്തു. കെ ദേവയാനി, പി ഭാർഗവി അമ്മ, എം ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവയാണ് ആത്മവിദ്യാസംഘത്തിലെ വനിതാ നേതാക്കൾ. സ്വാതന്ത്ര്യ ചിന്താമണി ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന കവിതയാണ്. ആത്മവിദ്യാസംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരികയാണ് ആത്മവിദ്യ കാഹളം. വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാ മഹോത്സവം നടന്ന സ്ഥലം പുന്നപ്രയാണ്. പുന്നപ്ര. എന്താണ് പുന്നപ്രയിൽ നടന്നത്? വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാ മഹോത്സവം നടന്നത് പുന്നപ്രയിലായിരുന്നു. അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെ എതിർപ്പിൻ. ഓക്കെ. അപ്പൊ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം എന്തായിരുന്നു? അഭിനവ കേരളം. സ്വാതന്ത്ര്യ ചിന്താമണി ആണെങ്കിലോ ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന കവിതയാണ്. ആത്മവിദ്യാ കാഹളം ആണെങ്കിലോ ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരികയായിരുന്നു ആത്മവിദ്യ കാഹളം. ഇനി അടുത്തത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നു. SNDPയുടെ മാതൃകയിൽ അദ്ദേഹം ആരംഭിച്ച സംഘടനയാണ്. അപ്പൊ SNDPയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. 1918 വക്കം പഞ്ചായത്തിലെ നിലയ്ക്കമുക്കിലാണ് ഈ സംഘടന സ്ഥാപിച്ചത്. എവിടെയാണ് സ്ഥാപിച്ചത്? 1918 വക്കം പഞ്ചായത്തിലെ നിലയ്ക്കമുക്കിലാണ് സ്ഥാപിച്ചത്. മുസ്ലിം സമുദായത്തിന്റെ നവീകരണത്തിനും ഐക്യത്തിനുമായി അദ്ദേഹം തുടങ്ങിയ പ്രസ്ഥാനങ്ങളാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, ഐക്യ മുസ്ലിം സംഘം, മുസ്ലിം സമാജം ചിറയൻകീഴാണ് സ്ഥാപിച്ചത്, ധർമ്മഭോഷിണി സഭ തുടങ്ങിയവ. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമുദായത്തിന്റെ നവീകരണത്തിനായി സ്ഥാപിച്ച പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, ഐക്യ മുസ്ലിം സംഘം, മുസ്ലിം സമാജം, ധർമ്മപോഷിണി. സ്കൂളുകളും ആധുനിക മദ്രസകളും വായനശാലകളും സ്ഥാപിക്കൽ, ലഘുലേഖയും പുസ്തകവും പ്രസിദ്ധീകരിക്കൽ, യോഗങ്ങളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കൽ എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിപാടികൾ. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം തിരുവനന്തപുരത്തെ വക്കത്താണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം അഞ്ചുതെങ്ങിൽ സ്ഥാപിച്ചത് 1905 ഈ പത്രത്തിന്റെ ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ളയായിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മറ്റു മാസികകൾ ഏതൊക്കെയാണ്? മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക. ഇതൊക്കെ അദ്ദേഹം ആരംഭിച്ച മാസികകളായിരുന്നു. ഖുർആൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണമായിരുന്നു ദീപിക. ഓക്കെ. അടുത്ത സംഘടനയാണ് സഹോദര സംഘം. വളരെ പ്രധാനപ്പെട്ടതാണ്. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനായിരുന്നു. അയിത്തം ഇല്ലാതാക്കുകയായിരുന്നു സഹോദര പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓരോ സംഘടനകൾ പഠിക്കുമ്പോഴും അവയ്ക്ക് എല്ലാത്തിനും വർഷങ്ങളുണ്ട് അല്ലെ? വർഷങ്ങളുണ്ട്, ആരാണ് സ്ഥാപിച്ചതെന്നുണ്ട്, പിന്നെ എന്താണ് ലക്ഷ്യമുണ്ട്, എവിടെയാണ് സ്ഥാപിച്ചതെന്നുണ്ട്, പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ഇതിനെ മാത്രം വെച്ചിട്ട് ഒരു ടേബിൾ വെച്ച് പഠിച്ച് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അടുത്ത് നോക്കിയേ, 1917 സമസ്ത കേരള സഹോദര സംഘം എന്ന സംഘടന അദ്ദേഹം ആരംഭിച്ചു. സമസ്ത കേരള സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ആശയപ്രചാരണത്തിനായി വിദ്യാപോഷിണി സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ സഹോദരൻ എന്ന മാസികയും ആരംഭിച്ചു. അപ്പൊ സഹോദരൻ എന്നുള്ള മാസിക ആരംഭിച്ച സഹോദരൻ അയ്യപ്പനാണ്. ചേറായിയിലാണ് ഇത് ആരംഭിച്ചത്. സമസ്ത കേരള സഹോദര സംഘം എന്ന സംഘടന സ്ഥാപിച്ചതും അദ്ദേഹമായിരുന്നു. എന്തായിരുന്നു ലക്ഷ്യം? സഹോദര സംഘത്തിന്റെ അയിത്തം ഇല്ലാതാക്കുകയായിരുന്നു. സഹോദരൻ എന്ന പത്രം ആരംഭിച്ച സ്ഥലം മട്ടാഞ്ചേരിയിലാണ്. മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്ന പ്രഥമ വാക്യത്തോടെ അച്ചടിച്ചിരുന്ന മാഗസീനാണ് സഹോദരൻ. സഹോദരനിലൂടെ
മാർക്സ്, ലെനിൻ തുടങ്ങിയവരുടെ സമത്വാധിഷ്ഠിത ആശയങ്ങൾ അയ്യപ്പൻ പൊതുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു. ജാതിയുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾക്കെതിരെ പ്രസ്ഥാനം ശബ്ദമുയർത്തി. മിശ്ര വിവാഹവും മിശ്ര ഭോജനവും വഴി ജാതി നശീകരണം എന്നതായിരുന്നു സഹോദര സംഘത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സഹോദര സംഘത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്തായിരുന്നു? മിശ്ര വിവാഹവും മിശ്ര ഭോജനവും വഴി ജാതിനാശം ഇല്ലാതാക്കുകയായിരുന്നു. സഹോദര സംഘത്തിന്റെ നേതൃത്വത്തിൽ 1917 ജാതി വ്യവസ്ഥക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ജാതി രക്ഷാ സദഹനം. അപ്പൊ ജാതി രക്ഷാ സദഹനം ആരുടെ നേതൃത്വത്തിലായിരുന്നു? സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിലായിരുന്നു. ജാതി വ്യവസ്ഥക്കെതിരെ നടത്തിയ ഒരു പ്രക്ഷോഭമായിരുന്നു ജാതി രാക്ഷസ ദഹനം. രക്ഷാദഹനം അല്ല, ജാതി രാക്ഷസ ദഹനം. റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ കുറിച്ച് ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണമാണ് സഹോദരൻ. ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. വേലക്കാരൻ ചോദിച്ചിട്ടുണ്ട് ആരുടെ പ്രസിദ്ധീകരണമാണെന്ന്. ഇപ്പൊ സഹോദരൻ അയ്യപ്പന്റെ പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. എന്തിനെ മാതൃകയാക്കിയാണ്? ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. സഹോദര സംഘത്തിന്റെ നേതൃത്വത്തിൽ 1917 ജാതി വ്യവസ്ഥക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ജാതി രാക്ഷസ ദഹനം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് വരുന്നത് NSS അഥവാ നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSS സ്ഥാപിച്ചത് ആരാണ്? മന്നത്തു പത്മനാഭൻ. മന്നത്തു പത്മനാഭന്റെ നേതൃത്വത്തിൽ 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ രൂപമായ നായർ ഭൃത്യ ജനസംഘം ചങ്ങനാശ്ശേരി പെരുന്നയിലെ മന്നത്തു ഭവനിൽ രൂപം കൊണ്ടു. അപ്പോ NSS അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്തു പത്മനാഭനാണ്. എന്നായിരുന്നു? 1914 ഒക്ടോബർ 31. NSSന്റെ ആദ്യ രൂപം എന്തായിരുന്നു? നായർ ഭൃത്യജന സംഘമായിരുന്നു. എവിടെയായിരുന്നു സ്ഥാപിച്ചത്? ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലുള്ള മന്നത്തു ഭവനിലായിരുന്നു. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ രൂപീകരിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടനയെ മാതൃകയാക്കിയാണ് മന്നത്തു പത്മനാഭൻ NSS രൂപീകരിച്ചത്. നായർ സമുദായ ഭൃത്യജന സംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റായ കേളപ്പനും ആദ്യ സെക്രട്ടറിയായി മന്നത്ത് പത്മനാഭന് സ്ഥാനം വഹിച്ചു. അപ്പൊ NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? കേളപ്പനും സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമായിരുന്നു. 1915 ജൂലൈ 11 നായർ ഭൃത്യജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചു. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, അമ്പലപ്പാട്ട് ദാമോദര നാശൻ, കളത്തിൽ വേലായുധൻ നായർ തുടങ്ങിയവരാണ് നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച മറ്റു വ്യക്തികൾ. NSSന്റെ മുഖപത്രം സർവീസ് ഇമ്പോർട്ടന്റ് ആണ്. NSSന്റെ മുഖപത്രം സർവീസ് ആണ്. സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം കറുകച്ചാലാണ്. കറുകച്ചാൽ. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമായത് കറുകച്ചാൽ, കോട്ടയത്തെ കറുകച്ചാലിലാണ്. NSSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടിയായിരുന്നു നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. NSSന്റെ ആദ്യ കരയോഗം നടന്നത് തട്ടയിലാണ്, പത്തനംതിട്ടയിലെ തട്ടയിൽ. എന്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റി ആണ് എന്നത് ആരുടെ വാക്കുകളാണ്? മന്നത്ത് പത്മനാഭന്റെ വാക്കുകളാണ്. എന്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റി ആണ് എന്നത്. NSSന്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം കയറിയിറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗാനം ഏതാണ്? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. നമുക്ക് ഒക്കെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ് അല്ലെ, അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നുള്ള പാട്ട്. അപ്പൊ എന്തിനുള്ളതാണ്? NSSന്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പാടാനായി രചിച്ച ഗാനമായിരുന്നു ഇത്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗീതം രചിച്ചതാരാണ്? പന്തളം KP രാമൻപിള്ള ആയിരുന്നു. NSSന്റെ ആദ്യ ട്രഷറർ പനങ്ങാട്ട് കേശവ പണിക്കരായിരുന്നു. പനങ്ങാട്ട് കേശവ പണിക്കർ. അടുത്ത ഒരു പ്രസ്ഥാനമാണ് PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരംഭിച്ചത്. ഇതിന്റെ സ്ഥാപകൻ പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചനാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. എഴുത്തും വായനയും അഭ്യസിച്ച അദ്ദേഹം മിഷണറിമാരുടെ സഹായത്തോടെ ഒരു ഉപദേശിയായി തീർന്നു. ദളിത് ക്രിസ്ത്യാനികളുടെ രക്ഷകനായി മാറി. ആദിമ ദ്രാവിഡരുടെ പിന്മുറക്കാരാണ് ഇന്നത്തെ ഐത്ത ജനതയെന്നും അദ്ദേഹം ദുർബല സമൂഹങ്ങളെ ഉദ്ബോധിപ്പിച്ചു. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കായി അദ്ദേഹം 1909 പത്തനംതിട്ടയിലെ ഇരവി പേരൂർ ആസ്ഥാനമാക്കി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു.
അപ്പൊ PRDS സ്ഥാപിച്ചത് പൊയ്കയിൽ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചനാണ്. എവിടെയാണ് സ്ഥാപിച്ചത്? പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂരിലായിരുന്നു. 1909 ക്രൈസ്തവ ഹൈന്ദവ മതങ്ങളുടെ സാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം സംഘടനയ്ക്ക് രൂപം നൽകിയത്. അധസ്ഥിതികരുടെ കൃഷിഭൂമി തിരിച്ചുപിടിക്കുന്നതിനെ ചൊല്ലി 1913 ഉണ്ടായ കൊഴുക്കുച്ചിറ ലഹളയ്ക്ക് പരിഹാരമുണ്ടാക്കിയത് പൊയ്കയിൽ യോഹന്നാനാണ്. ജാതി നോക്കാതെ വിവാഹം ചെയ്യാൻ യോഹന്നാൻ തന്റെ സഭക്കാരെ ഉപദേശിച്ചു. 1921 1931 ശ്രീമൂലം പ്രജാസഭയിലേക്ക് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. 1937 നെയ്യാറ്റിൻകരയിൽ വെച്ച് അദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നുണ്ട്. ഇനി അടുത്ത ഒരു പ്രധാന നവോത്ഥാന പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. നമ്പൂതിരി സമുദായ പരിഷ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യോഗക്ഷേമ സഭ രൂപാന്തരം കൊണ്ടത്. എന്നായിരുന്നു രൂപാന്തരം കൊണ്ടത്? 1908 ജനുവരി 31 രൂപാന്തരം കൊണ്ടത്. നമ്പൂതിരി സമുദായത്തിന്റെ പരിഷ്കരണം ലക്ഷ്യം വെച്ചാണ് യോഗക്ഷേമ സഭ രൂപം കൊണ്ടത്. ഇത് എവിടെയാണ് രൂപം കൊണ്ട സ്ഥലം? ആലുവയിലാണ്. 1908 ശിവരാത്രി ദിനത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് യോഗക്ഷേമ സഭ. ആലുവ ചെറുമുക്ക് വൈദികന്റെ ഇല്ലത്ത് വെച്ച് ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് യോഗക്ഷേമ സഭയ്ക്ക് രൂപം നൽകിയത്. കുറൂർ ഉണ്ണി നമ്പൂതിരിപ്പാടായിരുന്നു ആദ്യകാലത്ത് സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത്. ആദ്യകാല വാർഷിക പൊതുയോഗങ്ങളിൽ മറ്റു സമുദായങ്ങളിലെ പ്രമുഖരെയും പങ്കെടുപ്പിച്ചിരുന്നു. പ്രമുഖ ബ്രാഹ്മണ വനിതകളെ പങ്കെടുപ്പിച്ച് വനിതാ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു. ഇംഗ്ലീഷ് പഠിക്കുക, പുരുഷന്മാരെ വിദ്യാഭ്യാസം ചെയ്യിക്കുക, ബാങ്കും എസ്റ്റേറ്റും നടത്തുക തുടങ്ങിയവയൊക്കെയായിരുന്നു ആദ്യകാല പ്രവർത്തനങ്ങൾ. പിൽക്കാലത്ത് നമ്പൂതിരി ഗൃഹങ്ങളിലെ അനാചാരങ്ങൾക്കെതിരെ ഒരു തിരുത്തൽ ശക്തിയായി യോഗക്ഷേമ സഭ നിലകൊള്ളാൻ തുടങ്ങി. യോഗക്ഷേമ സഭയിലെ പ്രധാന അംഗമായിരുന്ന വ്യക്തിയായിരുന്നു VT ഭട്ടതിരിപ്പാട്. അപ്പൊ യോഗക്ഷേമ സഭ ആരാണ് സെറ്റപ്പ് ചെയ്ത് തുടങ്ങിയെന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ എന്താണ് VT ഭട്ടതിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട കൃതികളും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയിലെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു. യോഗക്ഷേമ സഭ ഉണ്ടാക്കിയത് ആരാണ്? ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു. VT ഭട്ടതിരിപ്പാടെന്ന് ഇത് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനിലും യോഗക്ഷേമ സഭ ആരാണ് രൂപം കൊടുത്തതെന്നുള്ള ക്വസ്റ്റ്യനിൽ എല്ലായിടത്തും VT ഭട്ടതിരിപ്പാട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം ഇതിലൊരു പ്രധാനപ്പെട്ട അംഗമായിരുന്നു. യോഗക്ഷേമ സഭയിലെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പാക്കുക, വൃദ്ധ വിവാഹം തടയുക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുക എന്നിവയൊക്കെയായിരുന്നു. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയമാണ്. യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകൾ ഏതൊക്കെയായിരുന്നു? മംഗളോദയം, യോഗക്ഷേമം, ഉണ്ണി നമ്പൂതിരി ഇവയൊക്കെയായിരുന്നു. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയായിരുന്നു. യോഗക്ഷേമ സഭയുടെ വാർഷിക സമ്മേളനത്തിൽ അരങ്ങേറ്റപ്പെട്ട VTയുടെ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ഒരുപാട് തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് VT ഭട്ടതിരിപ്പാട്. അപ്പൊ യോഗക്ഷേമ സഭയുടെ വാർഷിക സമ്മേളനത്തിൽ അരങ്ങേറപ്പെട്ട VTയുടെ പ്രമുഖ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. VTയുടെ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ തുറന്നു കാട്ടിയ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം പുറത്തിറങ്ങിയ വർഷം 1929 ഈ നാടകം ആദ്യമായി അവതരിപ്പിച്ച സ്ഥലം എടക്കുന്നിയാണ്. എടക്കുന്നി. VT ഭട്ടതിരിപ്പാട് പങ്കെടുത്ത INC സമ്മേളനം ഏതാണ്? അഹമ്മദാബാദ് സമ്മേളനം. യുവജന സംഘം എന്ന സംഘടന ആരംഭിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. യാചനയാത്ര നടത്തിയത് അദ്ദേഹമാണ്. VT ഭട്ടതിരിപ്പാടാണ് യാചനയാത്ര നടത്തിയത്. എന്താണ് യാചനയാത്ര? കേരളത്തിലെ ദരിദ്ര കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ കാൽ പ്രചാരണ യാത്രയാണ്. തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് യാചനയാത്ര നടത്തിയത്. 7 ദിവസം നീണ്ടുനിന്ന യാത്രയായിരുന്നു. VT ഭട്ടതിരിപ്പാടാണ് ഇത് നടത്തിയത്. VT ഭട്ടതിരിപ്പാട് നടത്തിയ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കുടകമുറിക്കൽ, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, മിശ്ര ഭോജനം ഇവയൊക്കെയായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലേഖനം രചിച്ചതും VT ഭട്ടതിരിപ്പാടാണ്. അടുത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് സാധുജന പരിപാലന സംഘം. 1907 ഇത് സ്ഥാപിച്ചത്. അധകൃതരുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ രംഗത്തിലെ ഉന്നതി ലക്ഷ്യം കൊണ്ടാണ് ഇത് രൂപീകരിച്ചത്. ആരായിരുന്നു സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? അയ്യങ്കാളിയാണ്.
എവിടെയാണ് രൂപീകരിച്ചത്? തിരുവനന്തപുരത്തിനടുത്തുള്ള വെങ്ങാനൂരിലാണ് സാധുജന പരിപാലന സംഘം ആരംഭിച്ചത്. അയ്യങ്കാളി രൂപവത്കരിച്ച സാധുജന പരിപാലന സംഘത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എല്ലാ താണു ജാതിക്കാർക്കും പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം അനുവദിക്കുക, സ്കൂളിൽ പ്രവേശനം അനുവദിക്കുക എന്നൊക്കെയായിരുന്നു. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടനയാണ് SNDP യോഗം. സാധുജന പരിപാലന യോഗത്തിന്റെ പ്രഥമ ഉദ്ദേശം വിദ്യാലയ പ്രവേശനം നേടുക എന്നുള്ളതായിരുന്നു. ഈ യോഗത്തിന്റെ പുതിയ പേര് പുലയ മഹാസഭ എന്നാണ്. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്നാക്കിയത് 1938-ലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലിനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണിത്, സാധുജന പരിപാലിനി. അടുത്തൊരു പ്രധാനപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനമാണ് ഈഴവ മഹാസഭ. ഇത് സ്ഥാപിച്ചത് ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിലായിരുന്നു. ഈഴവ മഹാസഭ മുൻകൈയെടുത്തത് ഈഴവർക്ക് പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം ലഭിക്കണമെന്നും വിദ്യാസമ്പന്നരായ ഈഴവ യുവാക്കൾക്ക് തിരുവിതാംകൂറിന് പുറത്ത് ജോലി തേടി പോകേണ്ട ഗതികേട് ഉണ്ടാക്കാനിടയാകാതെ സർക്കാർ സർവീസിൽ ജോലി നൽകണമെന്ന് ആവശ്യപ്പെട്ടുമാണ്. ഇതിനുവേണ്ടി അവരൊരു ഭീമ ഹർജി ഡോക്ടർ പൽപു തിരുവിതാംകൂർ സർക്കാരിന് സമർപ്പിച്ചു. ഇത് 1896-ലെ ഈഴവ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുവിതാംകൂറുകാർക്ക് ജോലി അന്വേഷിച്ച് മറ്റ് തിരുവിതാംകൂറിന് പുറത്തു പോകാതെ തിരുവിതാംകൂറിനുള്ളിൽ തന്നെ സർക്കാർ സർവീസിൽ ജോലി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഭീമ ഹർജിയാണ് ഈഴവ മെമ്മോറിയൽ. ഇത് ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിലാണ് നൽകിയത്. 1884-ൽ വൈദ്യശാസ്ത്രം പഠിക്കാൻ പ്രവേശനം നേടിയെങ്കിലും ജാതിയുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന് അത് നിഷേധിക്കപ്പെട്ടു. പിന്നീട് മദ്രാസിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടിയ ശേഷം തിരുവിതാംകൂറിൽ ഉദ്യോഗത്തിന് അപേക്ഷിച്ചെങ്കിലും അത് നിരസിക്കപ്പെട്ടു. ഈഴവർക്ക് സർക്കാർ സർവീസിൽ ഉദ്യോഗങ്ങൾ നിഷേധിക്കപ്പെടുകയും വിദ്യാലയങ്ങളിൽ പ്രവേശനം നിഷേധിക്കുന്നതിനെതിരെ ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ ഈഴവർക്കായി 1896-ൽ ഈഴവ മഹാസഭ രൂപം കൊണ്ടു. അടുത്തൊരു സംഘടനയാണ് SNDP. SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു ആയിരുന്നു. 1903-ലാണ് SNDP സ്ഥാപിതമാകുന്നത്. ഈഴവ സമുദായത്തിന്റെ അഭ്യുന്നതി ലക്ഷ്യമാക്കി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം മെയ് 15-ന് രജിസ്റ്റർ ചെയ്തു. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനായി ശ്രീനാരായണ ഗുരുവും സെക്രട്ടറിയായി കുമാരൻ ആശാനെയും തിരഞ്ഞെടുത്തു. 1904-ൽ SNDP യോഗത്തിന്റെ മുഖപത്രമായി തിരുവനന്തപുരത്ത് നിന്ന് കുമാരനാശാൻ പത്രാധിപരായി വിവേകോദയം ദ്വൈമാസികയായി ആരംഭിച്ചു. അപ്പോൾ SNDPയുടെ മാസികയാണ് വിവേകോദയം. തിരുവനന്തപുരത്ത് നിന്നാണ് ഇത് ആരംഭിച്ചത്. കുമാരനാശാനാണ് പത്രാധിപരായി പ്രവർത്തിച്ചത്. ഈ സംഘടനയുടെ പ്രചോദനം ഉൾക്കൊണ്ട് നിരവധി പിന്നോക്ക സമുദായ ഉദ്ധാരണ സംഘടനകളും സ്ഥാപിതമായി. SNDPയുടെ ആസ്ഥാനം കൊല്ലത്താണ്. SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടന അല്ലെങ്കിൽ സ്വാമിജി വാവൂട്ടി യോഗമാണ്. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ടി യോഗം. അത് പിന്നീട് SNDP ആയി മാറി. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്ര യോഗം. അരുവിപ്പുറം ക്ഷേത്ര യോഗം രൂപീകരിച്ച വർഷം 1898-ആണ്. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷനായിരുന്നു ഡോക്ടർ പൽപു. ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കുവാൻ പ്രേരിപ്പിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ പൽപു. സ്വാമി വിവേകാനന്ദനാണ് ഡോക്ടർ പൽപുവിന് പ്രചോദനം നൽകിയത്. SNDPയുടെ മുഖപത്രം വിവേകോദയമാണ്. വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപർ M ഗോവിന്ദനായിരുന്നു. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ്. ഇമ്പോർട്ടന്റ് ആണ് യോഗനാഥം. ശ്രീനാരായണ ഗുരുവിന്റെ സാമൂഹിക പരിഷ്കരണ സന്ദേശം ബഹുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാൻ SNDP യോഗത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച പത്രങ്ങളായിരുന്നു സുജന നന്ദിനി, കേരള കൗമുദി എന്നിവ. സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയായിരുന്നു SNDP. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ 1904 രൂപീകൃതമായ സ്ത്രീ സമാജത്തിന്റെ അധ്യക്ഷ മാതാ പെരുമാളായിരുന്നു. വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാശാനായിരുന്നു. 1904 വിവേകോദയം ആരംഭിക്കുമ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപർ M ഗോവിന്ദനായിരുന്നു.
ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം. വിവേകോദയം പത്രത്തിന് ആ പേര് നൽകിയത് ഏത് വ്യക്തിയോടുള്ള ആദര സൂചകമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദന്റെ ആദര സൂചകമായിട്ടാണ്. കാരണം സ്വാമി വിവേകാനന്ദന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുവിന് ഈ സംഘടന സ്ഥാപിക്കാൻ പ്രചോദനം നൽകുന്നത്. അതിന്റെ ആദര സൂചകമായിട്ടാണ് വിവേകോദയം എന്നുള്ള പേര് തന്നെ നൽകുന്നത്. കുമാരനാശൻ തന്റെ ശ്രീ ബുദ്ധചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയായിരുന്നു വിവേകോദയം. പിൽക്കാലത്ത് വിവേകോദയം വിലയ്ക്ക് വാങ്ങി പ്രസിദ്ധീകരിച്ചത് CR കേശവൻ വൈദ്യരായിരുന്നു. ഓക്കെ, അടുത്ത ഒരു പ്രസ്ഥാനമാണ് സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായി കരുതപ്പെടുന്നതാണ് സമത്വ സമാജം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായി കരുതപ്പെടുന്നത് സമത്വ സമാജമാണ്. 1836 ശുചീന്ദ്രത്താണ് അദ്ദേഹം സമത്വ സമാജം സ്ഥാപിച്ചത്. എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്ന ആശയത്തിന് അദ്ദേഹം ശക്തി പകർന്നു. ഓരോരുത്തരിലും ദൈവം വിളങ്ങുന്നു എന്ന സമഭാവനയാണ് വൈകുണ്ഠ സ്വാമികൾക്കുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൈകുണ്ഠ സ്വാമികൾ 1851 കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. കൂലി തന്നില്ലെങ്കിൽ വേല ചെയ്യരുത് എന്ന് തൊഴിലാളി സമൂഹത്തിന് നിർദ്ദേശം നൽകിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. മേൽജാതിക്കാരുടെ മാത്രം അവകാശമായിരുന്ന തലപ്പാവ് ധരിക്കാനും അദ്ദേഹം ഉപദേശിച്ചു. ഇനി അടുത്തു വരുന്ന ഒരു സംഘടനയാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 ജനുവരി 1 തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ പരദേശികളായ തമിഴ് ബ്രാഹ്മണന്മാരെ നിയമിച്ചിരുന്നതിനാൽ അമർഷം പൂണ്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നാട്ടുകാർ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ബാരിസ്റ്റർ GP പിള്ളയും KP കേശവമേനോനും CV രാമൻപിള്ള എന്നിവരുമാണ് ഇതിന് മുൻകൈ എടുത്തത്. അപ്പൊ മലയാളി മെമ്മോറിയൽ മുൻകൈ എടുത്ത ആൾക്കാർ ആരൊക്കെയാണ്? ബാരിസ്റ്റർ GP പിള്ള, KP ശങ്കരമേനോൻ, CV രാമൻപിള്ള എന്നിവരായിരുന്നു. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ആശയം എന്തായിരുന്നു? തിരുവിതാംകൂറുകാർക്ക്, ഇന്നാട്ടുകാർക്ക് നാടിന്റെ ഭരണത്തിൽ നല്ലൊരു പങ്ക് നിഷേധിക്കപ്പെടുന്നതിനെയും വിശേഷിച്ച് സർക്കാർ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥങ്ങളിൽ നിന്ന് അവരെ മനഃപൂർവ്വമായി ഒഴിച്ചു നിർത്തുന്നതിനുമെതിരെയായിരുന്നു മലയാളി മെമ്മോറിയൽ ഹർജി നൽകിയത്. തിരുവിതാംകൂറിന് പുറത്തുള്ളവരെ അപേക്ഷിച്ച് നാട്ടുകാർക്ക് കൂടുതൽ ഉദ്യോഗങ്ങൾ ലഭിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. മലയാളി മെമ്മോറിയൽ രാജാവിന് സമർപ്പിച്ചത് KP ശങ്കരമേനോനാണ്. ഇത് എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ളയായിരുന്നു. മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനും CV രാമൻപിള്ളയായിരുന്നു. മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ച വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരുടെ എണ്ണം 10,028 മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോനായിരുന്നു. മലയാളി മെമ്മോറിയൽ രണ്ടാമത് ഒപ്പുവെച്ചത് GP പിള്ളയായിരുന്നു. മലയാളി മെമ്മോറിയൽ മൂന്നാമത് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആയിരുന്നു. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ TR രാമറാവു ആയിരുന്നു. മലയാളി മെമ്മോറിയലിന്റെ ആശയം ഉൾക്കൊണ്ട് ഡോക്ടർ പൽപ്പു നേതൃത്വം നൽകിയ നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഓക്കെ, അപ്പൊ ഈഴവ മെമ്മോറിയൽ നൽകിയതായിട്ട് നമ്മൾ കണ്ടു അല്ലെ. അപ്പോൾ മലയാളി മെമ്മോറിയലിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്ടർ പൽപ്പു നേതൃത്വം നൽകിയ നിവേദനമായിരുന്നു ഈഴവ മെമ്മോറിയൽ. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖയുടെ കർത്താവ് ബാരിസ്റ്റർ GP പിള്ളയായിരുന്നു. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രമായിരുന്നു മിതഭാഷി. CV രാമൻപിള്ളയുടെ പത്രമായിരുന്നു. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് ലേഖനങ്ങൾ എഴുതിയ പത്രമായിരുന്നു മിതഭാഷി. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കാനുള്ള നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ നോർട്ടർ ആയിരുന്നു. നോർട്ടർ. ഇനി എന്താണ് എതിർ മെമ്മോറിയൽ എന്ന് നോക്കാം. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പുവെച്ച ഒരു മെമ്മോറിയൽ 1891 ജൂൺ 3 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതിനെയാണ് എതിർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തികൾ രാമയ്യർ, രാമനാഥൻ റാവു എന്നിവരായിരുന്നു. ഇപ്പൊ ഈഴവ മെമ്മോറിയൽ എന്താണെന്ന് നോക്കാം. തിരുവിതാംകൂറിന്റെ മൊത്തം ജനസംഖ്യയുടെ 1/5 ഉണ്ടായിരുന്നിട്ടും ഈഴവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥങ്ങളിൽ നാമമാത്ര പ്രാതിനിധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
തുടർന്ന് തങ്ങൾക്ക് വിദ്യാഭ്യാസ ഉദ്യോഗ കാര്യങ്ങളിൽ നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ 13,176 പേർ ഒപ്പിട്ട ഹർജി 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചു. ഇതിനെയാണ് ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഹർജിയിലെ ആവശ്യങ്ങൾ ദിവാൻ ശങ്കര സുബ്ബയ്യർ നിരസിച്ചു കളഞ്ഞു. തുടർന്ന് മറ്റൊരു ഹർജി, അതായത് രണ്ടാം ഈഴവ മെമ്മോറിയൽ വൈസ്രോയി കഴ്സൺ പ്രഭുവിന് 1900 തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ സമർപ്പിച്ചു. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ശങ്കര സുബ്ബയ്യർ ആയിരുന്നു. എന്നാൽ നാട്ടുരാജ്യങ്ങളിലെ ചെറിയ കാര്യങ്ങളിൽ ഇടപെടാൻ ബ്രിട്ടന് താല്പര്യമില്ലെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈഴവ മെമ്മോറിയൽ. ഇനി അടുത്തു വരുന്നത് ചാന്നാർ ലഹളയാണ്. സാമൂഹ്യ നീതി സംരക്ഷിക്കാനുള്ള ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ പ്രക്ഷോഭം. തെക്കൻ തിരുവിതാംകൂറിലാണ് ചാന്നാർ പ്രക്ഷോഭം നടന്നത്. മേൽമുണ്ട് സമരം എന്നതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ചാന്നാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. കേണൽ മൺട്രോ ദിവാനായിരിക്കെ ക്രിസ്തുമതത്തിൽ ചേർന്ന ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. മതപരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് മാത്രം അവകാശം അനുവദിച്ചു കൊടുത്ത തിരുവിതാംകൂർ സർക്കാർ പ്രസ്തുത അവകാശം ഹിന്ദു ചാന്നാർ സ്ത്രീകൾക്കും നിഷേധിച്ചത് കൂടുതൽ ലഹളകൾക്കിടയാക്കി. എല്ലാ ചാന്നാർ സ്ത്രീകൾക്കും ജാക്കറ്റ് ധരിക്കാനും പരിവരുത്ത തുണി കൊണ്ടുള്ള മേൽമുണ്ട് ധരിക്കാനും അനുവാദം നൽകിക്കൊണ്ട് 1859 ജൂലൈ 26 ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ചു. മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ രാജാവ് ഉത്തരവിറക്കിയത്. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് നമുക്കുള്ളത്, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. ഇനി ഇത് റിലേറ്റ് ചെയ്ത കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്ര പരിസരത്തു കൂടെയുള്ള റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെ തുടർന്ന് നടന്ന സമരം ഏതാണ്? കുട്ടംകുളം സമരം. തൃശ്ശൂരിലെ കൂടൽ മാണിക്യ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നടന്ന സമരം ഏതാണ്? കുട്ടംകുളം സമരം. കുട്ടംകുളം സമരം നടന്ന വർഷം 1946. കുട്ടംകുളം സമരം നടന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ്. വഴി നടക്കൽ സമരം എന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന സമരം ഏതാണ്? കുട്ടംകുളം സമരം. വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ദക്ഷിണ തിരുവിതാംകൂറിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം ഏതാണ്? ശുചീന്ദ്രം സത്യാഗ്രഹം. ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം 1926. ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചതെന്നായിരുന്നു? 1926 ഫെബ്രുവരി 19 ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ഡോക്ടർ M.E. നായിഡു ആയിരുന്നു. ഇനി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആരായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് 1918. ആനന്ദ മഹാസഭയുടെ അധ്യക്ഷനാരായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച ആനന്ദ മഹാസഭയുടെ ഉപാധ്യക്ഷ ആരായിരുന്നു? പത്നിയായ യോഗിനി ദേവി അല്ലെങ്കിൽ യോഗിനി മാതാവായിരുന്നു. ആനന്ദ മഹാസഭയുടെ ആദ്യ സെക്രട്ടറി ടി രാമപ്പണിക്കർ. പുരുഷ സിംഗം എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാരായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ആലത്തൂർ. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ഏതാണ്? തളി ക്ഷേത്ര പ്രക്ഷോഭം 1917. തളി ക്ഷേത്ര പ്രക്ഷോഭം നടന്ന വർഷം 1917 കോഴിക്കോട്ടെ തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കും തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരം ഏതായിരുന്നു? തളി ക്ഷേത്ര പ്രക്ഷോഭം. തളി ക്ഷേത്ര പ്രക്ഷോഭം നയിച്ച നേതാക്കൾ ആരൊക്കെയായിരുന്നു? ശ്രീകൃഷ്ണൻ, KP കേശവമേനോൻ, K മാധവൻ നായർ, മഞ്ചേരി രാമയ്യർ എന്നിവരായിരുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടുന്നതിനായി സ്ഥാപിച്ച സംഘടന ഏതായിരുന്നു? ആത്മബോധോദയ സംഘം. ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ നവോത്ഥാന നായകനാരായിരുന്നു? ശുഭാനന്ദ ഗുരുദേവൻ. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ആരാണ്? ശുഭാനന്ദ ഗുരുദേവൻ. ആത്മബോധോദയ സംഘം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതായിരുന്നു? 1926. ആത്മബോധോദയ സംഘത്തിന്റെ ആസ്ഥാനം ചെറുകോൽ, മാവേലിക്കരയിലെ ചെറുകോൽ. അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടനയായിരുന്നു ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം ആരംഭിച്ച വർഷം ഏതായിരുന്നു? 1917.
ആത്മവിദ്യാ സംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല ആയിരുന്ന സ്ഥലം ഏതായിരുന്നു? മലബാർ. ആത്മവിദ്യാ സംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? കരക്കാട്, കോഴിക്കോട് കരക്കാട്. ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കവിത ഏതായിരുന്നു? സ്വതന്ത്ര ചിന്താമണി. സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവാരായിരുന്നു? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകം ആത്മവിദ്യ. വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാ മഹോത്സവം നടന്ന സ്ഥലം ഏതായിരുന്നു? പുന്നപ്ര. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം ഏതായിരുന്നു? അഭിനവ കേരളം. 1921 കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വാരിക ഏതായിരുന്നു? അഭിനവ കേരളം. ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും ആശയങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച മാസിക ഏതായിരുന്നു? വാരിക ആത്മവിദ്യാ കാഹളം. അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ എന്നുള്ളതായിരുന്നു. അടുത്ത, കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നു. SNDPയുടെ മാതൃകയിൽ വക്കം അബ്ദുൽ മൗലവി ആരംഭിച്ച സംഘടനയായിരുന്നു ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിതമായ വർഷം 1918. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിതമായ സ്ഥലം ഏതാണ്? നിലയ്ക്കമുക്ക്, ചിറയൻകീഴ്. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? കേരള സഹോദര സംഘം. സ്ഥാപിച്ച വർഷം 1917. സഹോദര സംഘത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരുന്നു? മിശ്ര വിവാഹവും മിശ്ര ഭോജനവും വഴി ജാതി നശീകരണം. സഹോദര സംഘത്തിന്റെ നേതൃത്വത്തിൽ 1917 ജാതി വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രക്ഷോഭമായിരുന്നു ജാതി രാക്ഷസ ദഹനം. സഹോദര സംഘത്തിന്റെ മുഖപത്രം എന്തായിരുന്നു? സഹോദരൻ. മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്ന പ്രഥമ വാക്യത്തോടെ അച്ചടിച്ചിരുന്ന മാഗസീൻ ഏതായിരുന്നു? സഹോദരൻ. സഹോദരൻ എന്ന പത്രം ആരംഭിച്ച സ്ഥലം മട്ടാഞ്ചേരി. സഹോദരൻ പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? സഹോദരൻ അയ്യപ്പൻ. റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ കുറിച്ച് ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണമായിരുന്നു സഹോദരൻ. ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണം വേലക്കാരൻ. സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ചേറായിയിൽ ആരംഭിച്ച സംഘടന ഏതായിരുന്നു? വിദ്യാപോഷിണി. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ രൂപീകരിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന മാതൃകയാക്കി സ്ഥാപിച്ച സംഘടനയായിരുന്നു നായർ സർവീസ് സൊസൈറ്റി. മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തന ഫലമായി നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി രൂപം കൊണ്ട സംഘടന ഏതായിരുന്നു? NSS. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ചങ്ങനാശ്ശേരിയിലെ പെരുന്ന. നായർ സർവീസ് സൊസൈറ്റി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? നായർ ഭൃത്യജന സംഘം. നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോൻ ആയിരുന്നു. നായർ ഭൃത്യജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 1915 ജൂലൈ 11 NSSന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ മഹാസമ്മേളനം നടന്ന വർഷം ഏതായിരുന്നു? 1916. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്ത വർഷം 1925. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി K. പരമുപിള്ള. NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? K. കേളപ്പൻ. NSSന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. NSSന്റെ ആദ്യ ട്രഷറർ ആരായിരുന്നു? പനങ്ങാട്ട് കേശവപ്പണിക്കർ. NSSന്റെ മുഖപത്രം എന്തായിരുന്നു? സർവീസ്. സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം കറുകച്ചാൽ. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമായത് കറുകച്ചാൽ കോട്ടയം. കറുകച്ചാൽ NSS സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ K. കേളപ്പനായിരുന്നു. NSSന്റെ ആദ്യ കോളേജ് ആരംഭിച്ചത് ചങ്ങനാശ്ശേരിയിലാണ്, NSS ഹിന്ദു കോളേജ്. NSS ഹിന്ദു കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പൽ TK നാരായണ അയ്യർ ആയിരുന്നു. NSSന്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് പന്തളത്തായിരുന്നു. NSS സംഘടനയുടെ മറ്റു പേരുകൾ എന്താണ്? മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നിവയൊക്കെയാണ്. NSSന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം നടന്ന വർഷം 1916. ഇന്ത്യൻ കമ്പനീസ് ആക്ട് NSS രജിസ്റ്റർ ചെയ്ത വർഷം 1925. NSSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടിയായിരുന്നു നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. NSSന്റെ ആദ്യ കരയോഗം നടന്നത് എവിടെയാണ്? തട്ടയിൽ, പത്തനംതിട്ടയിലാണ്. എന്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റി ആണെന്നത് ആരുടെ വാക്കുകളാണ്? മന്നത്ത് പത്മനാഭന്റെ.
മന്നത്ത് പത്മനാഭൻ NSS പ്രസിഡന്റായ വർഷം 1945. NSS രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്, NDP. NSSന്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് പന്തളത്തായിരുന്നു. NSSന്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗാനം എന്തായിരുന്നു? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗീതം രചിച്ചത് ആരായിരുന്നു? പന്തളം KP രാമൻപിള്ള. വേലുത്തമ്മി മെമ്മോറിയൽ NSS കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനുവച്ചപുരം, തിരുവനന്തപുരത്താണ്. പഴശ്ശിരാജ NSS കോളേജ് സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂർ, കണ്ണൂരിലാണ്. മഹാറാണി സേതു പാർവതിഭായി NSS വിമൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് നീറമൺകരയിലാണ്, തിരുവനന്തപുരം. ആവശ്യത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയായിരുന്നു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, PRDS. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായത് 1909 എവിടെയായിരുന്നു ഇതിന്റെ ആസ്ഥാനം? ഇരവി പേരൂർ, പത്തനംതിട്ടയിലാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഉപ ആസ്ഥാനങ്ങൾ അമരക്കുന്നും ഉദിയൻ കുളങ്ങരയുമാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ രക്ഷാധികാരി കുമാര ഗുരുദേവനായിരുന്നു. ഇതിന്റെ മുഖപത്രം ആദിയാർ ദീപോ ആയിരുന്നു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം യോഹന്നാൻ അറിയപ്പെടുന്ന പേരുകൾ പൊയ്കയിൽ അപ്പച്ചൻ, കുമാര ഗുരുദേവൻ എന്നൊക്കെയാണ്. നമ്പൂതിരി സമുദായത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908 ജനുവരി 31. യോഗക്ഷേമ സഭയുടെ പ്രഥമ അധ്യക്ഷനെ ആരായിരുന്നു? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. VT ഭട്ടത്തിരിപ്പാടെന്ന് എപ്പോഴും ഓപ്ഷനിൽ കാണും, അത് കുത്തരുത്. യോഗക്ഷേമ സഭയിലെ പ്രധാന അംഗമായിരുന്ന വ്യക്തി ആരായിരുന്നു? VT ഭട്ടത്തിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ബഹുഭാര്യത്തെ നിരോധിക്കുക, വിധവ വിവാഹം നടപ്പാക്കുക, വൃദ്ധ വിവാഹം തടയുക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുക എന്നുള്ളവയാണ്. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം എന്തായിരുന്നു? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്തായിരുന്നു? മംഗളോദയം. യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകൾ ഏതൊക്കെയായിരുന്നു? മംഗളോദയം, യോഗക്ഷേമം, ഉണ്ണി നമ്പൂതിരി എന്നിവയൊക്കെയാണ്. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആരായിരുന്നു? ചങ്ങമ്പുഴ. യോഗക്ഷേമ സഭയുടെ വാർഷിക സമ്മേളനത്തിൽ അരങ്ങേറപ്പെട്ട VTയുടെ നാടകം ഏതായിരുന്നു? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ആൻസർ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ? VTയുടെ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ തുറന്നു കാട്ടിയ നാടകമായിരുന്നു ഏത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പുറത്തിറങ്ങിയ വർഷം ഏതായിരുന്നു? 1929. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എവിടെ വെച്ചാണ്? എടക്കുന്നി. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനം ഏതായിരുന്നു? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകനാരായിരുന്നു? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഏത് വർഷത്തിലായിരുന്നു? 1907. പിന്നോക്ക സമുദായങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ മോചനത്തിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടന ഏതായിരുന്നു? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന ഏതായിരുന്നു? SNDP യോഗം. സാധുജന പരിപാലന യോഗത്തിന്റെ പ്രഥമോദ്ദേശം എന്തായിരുന്നു? വിദ്യാലയ പ്രവേശനം നേടുക. സാധുജന പരിപാലന യോഗത്തിന്റെ പുതിയ പേര് എന്തായിരുന്നു? പുലയ മഹാസഭ. ഇങ്ങനെ ആക്കിയ വർഷം 1938. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്ന പത്രം ഏതായിരുന്നു? സാധുജന പരിപാലിനി. സാധുജന പരിപാലന യോഗത്തിന്റെ മുഖപത്രം ഏതായിരുന്നു? സാധുജന പരിപാലനി ആയിരുന്നു. ഇത് പ്രസിദ്ധീകരിച്ചത് എവിടെയാണ്? ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസിലായിരുന്നു. സാധുജന പരിപാലനയുടെ മുഖ്യ പത്രാധിപർ ചെമ്പംതറ കാളിച്ചോതി കറുപ്പൻ. ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ ഏതു വർഷത്തിലാണ് സമർപ്പിച്ചത്? 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 13,176. കേരളത്തിൽ നടന്ന ഈഴവ മെമ്മോറിയൽ പ്രക്ഷോഭത്തിന്റെ നായകനാരായിരുന്നു? ഡോക്ടർ പൽപു. ഈഴവ മെമ്മോറിയൽ ഇതിന്റെ പ്രക്ഷോഭത്തിന്റെ നായകൻ പൽപു ആയിരുന്നു. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ശങ്കര സുബ്ബയ്യർ. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1990. ആർക്കായിരുന്നു? ഏത് വൈസ്രോയിക്കായിരുന്നു സമർപ്പിച്ചത്? കഴ്സൺ, ലോർഡ് കഴ്സൺ ആയിരുന്നു. SNDP സ്ഥാപിച്ചത് ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. സ്ഥാപിതമായ വർഷം 1903 മെയ് 15 SNDPയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? കൊല്ലത്തായിരുന്നു.
SNDPയുടെ മുൻഗാമിയായി അറിയപ്പെട്ടിരുന്ന സമിതി ഏതായിരുന്നു? വാവൂട്ട് യോഗം. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷ്യവിതരണത്തിനായി ആരംഭിച്ച സമിതി ഏതാണ്? വാവൂട്ട് യോഗം. ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനം സമത്വ സമാജം. ഇന്ത്യയിലെ ആദ്യകാല നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഒന്നായ സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികൾ. കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനം ഏതായിരുന്നു? സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836. സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം ഏതായിരുന്നു? കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രം. ഒരേ ജാതി, ഒരേ മതം, ഒരേ ദൈവം, ഒരേ ഉലകം, ഒരേ അരശ്, ഈ ആപ്തവാക്യമാരുടേതാണ്? വൈകുണ്ഠ സ്വാമികൾ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? ശങ്കര സുബ്ബയ്യർ. ഒപ്പുവെച്ചവരുടെ എണ്ണം 13,176. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരായിരുന്നു? KP ശങ്കരമേനോൻ. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കേണ്ട വർഷം ഏതായിരുന്നു? 1891. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ച വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരുടെ എണ്ണം 16,028. മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചതാരായിരുന്നു? KP ശങ്കരമേനോൻ. രണ്ടാമത് ഒപ്പുവെച്ചതാരായിരുന്നു? GP പിള്ള. മൂന്നാമത് ഒപ്പുവെച്ചതാരായിരുന്നു? ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ ആരായിരുന്നു തിരുവിതാംകൂർ ദിവാൻ? T രാമറാവു. മലയാളി മെമ്മോറിയലിന്റെ ആശയം ഉൾക്കൊണ്ട് ഡോക്ടർ പൽപ്പു നേതൃത്വം നൽകിയ നിവേദനം എന്തായിരുന്നു? ഈഴവ മെമ്മോറിയൽ. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖയുടെ കർത്താവ് ആരായിരുന്നു? ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻ പിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം ഏതായിരുന്നു? മിതഭാഷിണി. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നതിനുള്ള നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരനാരായിരുന്നു? നോർട്ടൺ ആണ്. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ സമർപ്പിച്ച നിവേദനം ഏതായിരുന്നു? എതിർ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചത് 1891. എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയായിരുന്നു? E രാമയ്യൻ, രാമനാഥൻ റാവു എന്നിവരായിരുന്നു. കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം ഏതായിരുന്നു? ചാന്നാർ ലഹള. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേരെന്തായിരുന്നു? മേൽമുണ്ട് സമരം. ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിയ ദിവസം എന്തായിരുന്നു? 1859 ജൂലൈ 26. ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഉത്രാടൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവ് ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികൾ. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരം ഏതായിരുന്നു? ചാന്നാർ ലഹള. ഒന്നാം ചാന്നാർ ലഹള നടന്നത് 1822. ഉദയംപേരൂർ സൂനകദോസിന്റെ തുടർച്ചയായി നടന്ന ചരിത്ര സംഭവം ഏതായിരുന്നു? കൂനൻ കുരിശ് സത്യം. കേരളത്തിലെ ക്രൈസ്തവ സഭയെ ലത്തീൻ സഭയാക്കാനുള്ള ശ്രമത്തിനെതിരായി നടന്ന പ്രക്ഷോഭം ഏതായിരുന്നു? കൂനൻ കുരിശ് കലാപം 1653. കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് കാരണമായത് എന്തായിരുന്നു? ബാബിലോണിയൻ സുറിയാനി ബിഷപ്പായ മാർ അഹറ്റല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചു എന്ന പ്രചാരണമായിരുന്നു. കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് ശേഷം സുറിയാനികൾ മെത്രോപൊലീത്തയായി അഭിഷേകം ചെയ്ത വ്യക്തി ആരായിരുന്നു? ആർച്ച് ഡീക്കൻ തോമസ് അല്ലെങ്കിൽ മാർ തോമ വൺ. മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിനിടയാക്കിയ സംഭവം ഏതായിരുന്നു? കൂനൻ കുരിശ് പ്രതിജ്ഞ. പോർച്ചുഗീസ് കാലത്ത് കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലുണ്ടായ പ്രധാന സംഭവം എന്തായിരുന്നു? ഉദയംപേരൂർ സൂനകദോസ് നടന്ന വർഷം ഏതായിരുന്നു? 1599. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂർ നടത്തിയ പുരോഹിത സമ്മേളനത്തിന്റെ പേരെന്തായിരുന്നു? ഉദയംപേരൂർ സൂനകദോസ്. ഉദയംപേരൂർ സൂനകദോസ് വിളിച്ചു കൂട്ടിയത് ഏത് വിദേശ ശക്തികളായിരുന്നു? പോർച്ചുഗീസുകാർ. ഉദയംപേരൂർ സൂനകദോസ് നടന്ന വർഷം AD 1599. ഉദയംപേരൂർ സൂനകദോസിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? 813. ഉദയംപേരൂർ സൂനകദോസിൽ പങ്കെടുത്ത അൽമായരുടെ എണ്ണം 660. ഉദയംപേരൂർ സൂനകദോസിൽ പങ്കെടുത്ത വൈദികരുടെ എണ്ണം 153. ഉദയംപേരൂർ സൂനകദോസിൽ അധ്യക്ഷത വഹിച്ചതാരാണ്? അലക്സിസ് D
മെനസിസ്. ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്നു അലക്സിസ് ഡി മെനസിസ്. കേരളത്തിലെ ക്രൈസ്തവർ റോമിലെ പോപ്പിന് കീഴിൽ വരാൻ കാരണമായ സംഭവം എന്തായിരുന്നു? ഉദയംപേരു സൂനകദോസ്. നടന്ന വർഷം എന്നായിരുന്നു? ഇമ്പോർട്ടൻ്റ് ആണ്, 1599. അപ്പൊ കേരളത്തിലെ മതനവീകരണ പ്രസ്ഥാനങ്ങൾ, സാമൂഹിക മതനവീകരണ പ്രസ്ഥാനങ്ങൾ എന്ന ടോപ്പിക് റിലേറ്റ് ചെയ്ത ക്ലാസ്സും അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് 187 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ആണ് നമ്മൾ കണ്ടത്. തീർച്ചയായും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.